വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരിക്കൽ കൂടെ ലഭിച്ചതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ 2024 ആണ്ടിൻ്റെ ഒടുവിലത്തെ നാളുകളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ ക്രിസ്മസിൻ്റേതായ ഓർമ്മകളെ നാം സ്മരിക്കുന്ന നാളുകളാണ്. ആഘോഷങ്ങളും പലതരത്തിലുള്ളതായ കാര്യങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ ജന്മത്തോടുള്ളതായ ബന്ധത്തിൽ നാം കൊണ്ടാടുന്നതായ ദിനങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 69 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഈ നാളുകൾ ദൈവാലയത്തിലും എല്ലാം നാം വായിക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്യുന്നതായൊരു വേദഭാഗമാണിത്. കഴിഞ്ഞ ഞായറാഴ്ച യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിൻ്റെ ഞായറാഴ്ചയായി, ജനന പെരുന്നാളായി നാം ഓർത്തതായ ഞായറാഴ്ചയാണ്. അന്നത്തെ വായനാഭാഗത്തിൽപ്പെട്ട ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. യോഹന്നാൻ സ്നാപകന്റെ അപ്പനായ സെഖരിയാവ് കൂറിൻ്റെ ക്രമപ്രകാരം ദൈവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപം കാട്ടുവാൻ കടന്നു ചെന്നപ്പോൾ ഗബ്രിയേൽ ദൂതൻ സെഖര്യാ പുരോഹിതന്റെ അടുക്കൽ ഇറങ്ങി വന്ന് വൃദ്ധയായ വാർദ്ധക്യത്തിലായിരിക്കുന്ന തൻ്റെ ഭാര്യയായ എലിസബത്ത് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളതായ സന്ദേശം ഗബ്രിയേൽ ദൂതൻ അറിയിക്കുന്നു. എന്നാൽ അബിയാവ് കൂറിൽപ്പെട്ട സെഖര്യാ മഹാപുരോഹിതന് അതങ്ങ് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. സെഖര്യാവ് പറയുന്നത് എങ്ങനെയാണ്? 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കുന്നത്, സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നളുവല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടതായ ദൂതൻ സെഖര്യാവിനോട് പറയുകയാണ്. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കാതെ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സെഖര്യാവ് സംസാരശേഷി നഷ്ടപ്പെട്ടവനായി
ഊമനായി ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, അതിവിശുദ്ധ സ്ഥലത്ത് നിന്നും ഇറങ്ങി വരുന്നു, ഊമനായി പാർക്കുന്നു. എന്നാൽ ദൂതൻ അറിയിച്ചതുപോലെ അവൻ്റെ ഭാര്യയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭിണിയായി. എലിസബത്ത് 6 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് വിശുദ്ധ കന്യമറിയാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്ന് യേശു ക്രിസ്തു അവളിൽ ഉരുവാകുന്ന കാര്യം അറിയിക്കുന്നത്. മറിയയുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായി. അവൾ ബന്ധപ്പെട്ട് ആ മലനാട്ടിൽ യഹൂദ്യ പട്ടണത്തിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എലിസബത്ത് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ 3 മാസം യേശുവിനെ ഉള്ളത്തിൽ ഉൾക്കൊണ്ടവളായ വിശുദ്ധ കന്യമറിയാം എലിസബത്തിനോടുകൂടെ ആ മലനാട്ടിൽ യഹൂദ്യ പട്ടണത്തിൽ എലിസബത്തിൻ്റെ വീട്ടിൽ പാർക്കുന്നുണ്ട്. ചാർച്ചക്കാരിയായിരുന്നു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. ലൂക്കോസ് 1-ാം അധ്യായം 56-ാമത്തെ വാക്യം. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്തിനെ പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. വലിയ സന്തോഷമായി. എല്ലാവർക്കും വലിയ സന്തോഷമായി. 8-ാം നാളിൽ പൈതലിന് പരിച്ഛേദന ഏൽക്കേണ്ടതിന് വേണ്ടി അപ്പോൾ പേരിടണം. ശാസ്ത്രക്കാർ പറഞ്ഞു, അപ്പൻ്റെ പേര് പോലെ സെഖരിയാവ് എന്ന് പേരിടാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ അമ്മയായ എലിസബത്ത് പറഞ്ഞു, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ചാർച്ചക്കാർക്ക് അത് മനസ്സിലായില്ല. അവൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിൽ യോഹന്നാൻ എന്ന് പേരുള്ള ആരുമില്ലല്ലോ, പിന്നെ എന്താണ് അങ്ങനെ ഒരു പേരിടേണ്ടത്? അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അപ്പനോട് ചോദിക്കാം. അപ്പൻ സഖരിയാവ്, യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ സഖരിയാവിനോട് ചോദിക്കാം. ആംഗ്യം കാട്ടി ചോദിച്ചു, എന്താണ് പേരിടേണ്ടത്? ആംഗ്യം കാട്ടി അവൻ്റെ അപ്പനായ സഖരിയാവിനോട് ചോദിച്ചു. സഖരിയാവ് ഒരു എഴുത്തുപലക ചോദിച്ചു. എഴുത്തുപലകയിൽ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ ആ എഴുത്തുപലകയിൽ യോഹന്നാൻ എന്ന് എഴുതിയ ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവർക്കും ഭയമായി, അത്ഭുതമായി. ആ യഹൂദ്യ മലനാട്ടിൽ എല്ലായിടത്തും ഈ വാർത്ത എല്ലാം പരന്നു. അവൻ്റെ അപ്പനായ സെഖരിയാവ് ഊമനായി അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന നാളുകളായി ഊമനായി പാർത്തവനായ സെഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറയുന്നതായ വാക്കുകളാണ് കീഴോട്ട് നാം വായിക്കുന്നത്.
യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവൻ പ്രവചിച്ച് പറയുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഒരു രക്ഷയുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു എന്ന്. ശത്രുക്കളുടെ പക്ഷത്തു നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഒരു രക്ഷയുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. നമ്മെ പകയ്ക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഒരു രക്ഷയുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സഖറിയാവ് പരിശുദ്ധാത്മാ നിറവിൽ പ്രവചിച്ച് പറയുന്നതായ വാക്കുകൾ നമ്മെ രക്ഷിക്കുന്ന ഒരു രക്ഷയുടെ കൊമ്പ്. പുരോഹിതനായ സഖറിയാവിന് ദൈവാലയവും ദൈവാലയത്തിലെ ഉപകരണങ്ങളുമെല്ലാം നല്ല പരിചയമാണ്. യെരൂശലേം ദൈവാലയത്തിൽ പ്രാകാരവാതിൽ കടന്ന് പ്രാകാരത്തിലേക്ക് കടന്നില്ലെന്നതായ ഒരു ഇസ്രായേലിൻ ആദ്യമായി കാണുന്നത് യാഗപീഠമാണ്. യാഗപീഠത്തിന്റെ അരികിൽ ചെല്ലുമ്പോൾ യാഗമൃഗത്തെ യാഗം കഴിക്കുന്ന യാഗപീഠത്തിന്റെ 4 മൂലകളിലും ഓരോ കൊമ്പുകളുണ്ട്, ഉയർന്നിരിക്കുന്ന കൊമ്പുകളുണ്ട്. യാഗപീഠത്തിന്റെ കൊമ്പ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പുറപ്പാട് പുസ്തകം 27 അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവാലയത്തെക്കുറിച്ച്, സമാഗമന കൂടാരത്തെക്കുറിച്ച്, യഹോവയുടെ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് പ്രമാണം കൊടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, 5 മുഴം വീതവും 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവുമായിരിക്കണം. അതിൻ്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. യാഗപീഠത്തിൻ്റെ കൊമ്പ് അത് രക്ഷയുടെ കൊമ്പാണ്. പഴയ നിയമത്തിൽ ആ കൊമ്പിൽ വന്ന് പിടിക്കുന്നവൻ രക്ഷപ്പെടും. ഏതെല്ലാം അനർത്ഥത്തിന് നടുവിൽ നിന്ന് എത്രയോ പേര് ഓടി വന്ന് ഈ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന ഒരു കൊമ്പാണ് യാഗപീഠത്തിൻ്റെ കൊമ്പ്. ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സഖറിയ പുരോഹിതന് ആ കൊമ്പ് പരിചയമാണ്. ആ കൊമ്പിൽ ഒന്ന് പിടിച്ച രക്ഷപ്പെട്ട് അനേകരുണ്ട്. 84 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ കോരഹ് പുത്രന്മാർ രക്ഷയ്ക്ക് വേണ്ടി ഓടി വന്ന് ഈ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് അഭയപ്പെട്ടുകൊണ്ട് പാടുന്ന സങ്കീർത്തനമാണ് 84 സങ്കീർത്തനം. കോരഹിൻ്റെ മക്കളാണ്. അപ്പനായ കോരഹ്, ദാദാൻ, അബീരാം കൂട്ടുകാരാണ്. സംഖ്യാപുസ്തകം 16 അധ്യായം വായിക്കുമ്പോൾ ആ രംഗം നാം കാണുന്നുണ്ട്. കോരഹും ദാദാനും അബീരാമും അവരോട് കൂടെ ഒരു 250 പേരെയും കൂട്ടി അവര് മോശയ്ക്കും അഹറോനും എതിരായി മത്സരിച്ചു. ദൈവമാക്കി വെച്ചിരുന്ന ജനത്തെ നടത്തുവാൻ, ദൈവമാക്കി വെച്ചിരുന്ന
അഭിഷിക്തന്മാർക്കെതിരായി ഓർഹും കൂട്ടരും മത്സരിച്ചു. ഭയാനകമായ വിപത്താണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഭൂമി പിളർന്ന് അവരെയും അവരോടുകൂടെ ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സകല സമ്പത്തും വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി വാ പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. നിലവിളിയോടെ, വലിയ നിലവിളിയോടുകൂടെ കോരഹും കൂട്ടരും പാതാളത്തിലേക്ക് വിഴുങ്ങപ്പെട്ടു. ഭൂമി അടഞ്ഞു. എന്നാൽ ഈ മക്കൾക്കൊരു ഭാഗ്യം കിട്ടി. അപ്പൻ്റെ മത്സരത്തോട് ചേരാതെ അതിന് നടുവിൽ നിന്ന് ഓടി മാറാനുള്ള ഭാഗ്യം കിട്ടി. ഓരോ പുത്രന്മാർ ഓടി വന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് അവർ അഭയപ്പെടുകയാണ്. അവരാ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് ഒരു പാടുകയാണ്: കുരിയിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളിൽ തന്നെയെന്ന്. നിസ്സാരമായ പക്ഷികളാണ്, ബലഹീന പക്ഷികളാണ് കുരിയിലും മീവൽ പക്ഷിയും. കുരിയിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെയെന്ന്. കുരികിലിനും മീവൽ പക്ഷിക്കും ഒരു അഭയമായി നിർഭയം വസിപ്പാൻ, അവയ്ക്ക് അഭയമായി ഒരു കൂടുള്ളതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ ഞങ്ങൾക്ക് ഒരു അഭയം കിട്ടിയെന്നാണ് അവർ പാടുന്നത്. ഈ വാക്യം പലരും തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നത് യഹോവയുടെ യാഗപീഠത്തിൽ കുരുകിലും മീവൽ പക്ഷിയും കൂട് കെട്ടിപ്പാർക്കുന്നു എന്നാണ്. ഒരിക്കലും ഒരു പക്ഷിക്ക് കൂട് കെട്ടിപ്പാർക്കാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷമുള്ള സ്ഥലമല്ല യഹോവയുടെ യാഗപീഠം. യഹോവയുടെ യാഗപീഠത്തിൽ നിത്യം തീ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠമാണത്. തീ കെടില്ല. നിത്യം തീ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം. ചെറിയ തീയൊന്നുമല്ല. കാളകളെയും പശുക്കിടാങ്ങളെയും ആട്ടുകൊറ്റിനെയും എല്ലാം കത്തിച്ച് ചാരമാക്കാൻ തക്കവണ്ണമുള്ള തീ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം. നിരന്തരം നിത്യം തീ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം. അതിൽ കുരികിലിന് കൂട് കൂട്ടാൻ പറ്റില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ബലഹീന പക്ഷിയായ ഈ കുരികിൽ, മീവൽ പക്ഷി, അതിന് സുരക്ഷിതമായ കൂടുണ്ട്. നല്ല സുരക്ഷിതമായ കൂട്. പകല് മുഴുവൻ പറന്ന് പറന്ന് തളർന്ന ആ മീവൽ പക്ഷിക്കും കുരികിലിനും വിശ്രമിപ്പാൻ സുരക്ഷിതമായ കൂടുണ്ട്. നാം ചിത്രത്തിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, നേരിട്ട് കണ്ടിട്ടുള്ളവരുണ്ടാകാം. ചെറിയ നാരുകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ സുരക്ഷിതമായ കൂട്. പറന്ന് പറന്ന് തളർന്നു വരുന്നതായ കുരികിലും മീൽപക്ഷികളും ആ കൂടിൻ്റെ ആ ചെറിയ ദ്വാരത്തിലൂടെ അതിനുള്ളിൽ കടന്ന് സുരക്ഷിതമായി നിർഭയമായി അത് വിശ്രമിക്കുന്നു. മഴ നനയാതെ, വെയിലേൽക്കാതെ സുരക്ഷിതമായി അതിൻ്റെ ഒരു സങ്കേതമാണ്, ഒരു വിശ്രമ സ്ഥലമാണ്. ശാന്തമായി വിശ്രമിക്കുവാൻ സുരക്ഷിതത്വമുള്ള അതിനൊരു കൂടുള്ളതുപോലെ ഓടിത്തളർന്ന് വാടിത്തളർന്ന് വലഞ്ഞുപോയ ഒരു മനുഷ്യന് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും
നടുവിൽ പട്ടുപോകേണ്ടതായ ഒരു മനുഷ്യന് ഓടി വന്ന് രക്ഷപ്പെട്ടിരിക്കുവാൻ ഒരു സങ്കേതമുണ്ട് എന്നാണ് കോരഹപുത്രന്മാർ പറയുന്നത്. കുരികിലിനും മീവൽ പക്ഷിക്കും സുരക്ഷിതമായ ഒരു കൂടുള്ളതുപോലെ ശത്രുക്കളുടെ വശത്തു നിന്നും ഉപദ്രവിക്കുന്നവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുവാൻ പകല് മുഴുവനും തളർന്ന ഈ മീവൽ പക്ഷിക്കും കുരികിലിനും കാറ്റേൽക്കാതെ, തണുപ്പേൽക്കാതെ, മഴ നനയാതെ ഒരഭയസ്ഥാനമായി അതിൻ്റെ കൂടുള്ളതുപോലെ കോരഹപുത്രന്മാർ ശത്രുക്കളുടെ വശത്തു നിന്ന് ഓടി വന്നവരാണ്. യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടവരാണ്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപക്കയത്തിൽ മുങ്ങി നശിക്കുന്നവനെ പിടിക്കുവാൻ രക്ഷപ്പെട്ട് അവൻ്റെ ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കുവാനുള്ള യോഗ്യത നേടുവാൻ ഒരുക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ക്രിസ്തു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ സഖരിയാവ് പ്രവചിച്ച് പറയുന്നതായ വാക്കുകൾ, ശത്രുക്കളുടെ വശത്തു നിന്നും ഉപദ്രവിക്കുന്നവരുടെ നടുവിൽ നിന്നുമെല്ലാം ഓടി വന്ന് രക്ഷപ്പെട്ടിരിക്കുവാൻ നമുക്ക് ഒരു സങ്കേതമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുവാൻ ഒരു സങ്കേതമുണ്ട്. അഭയപ്പെടുവാൻ ഒരു സങ്കേതമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആ കാര്യമാണ് സഖരിയാവ് പുരോഹിതൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ എണ്ണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സംരക്ഷണത്തെക്കുറിച്ച് പറയുകയാണ്. ആദ്യം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്തതുപോലെ സകല ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്നവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുകയാണ്. ഈ 2024 ക്രിസ്തുമസിനായി നാം ഒരുങ്ങുമ്പോൾ, ക്രിസ്തുവിൻ്റെ ജനനത്തെ നാം അനുസ്മരിക്കുമ്പോൾ, ഒരു വലിയ സത്യം ഇന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ. നമുക്ക് രക്ഷപ്പെടാൻ ഒരു രക്ഷയുടെ കൊമ്പ് ഉയർന്നിട്ടുണ്ട്. അത് കാൽവറിയിൽ ഉയർന്നതായ കുരിശാണ്. ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ട അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അനേകർ ഓടി വന്ന് ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. കുരിശിൽ കിടന്നതായ കള്ളൻ ഓടി വന്ന് ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടവനാണ്. ആ രക്ഷയുടെ കൊമ്പ് ഉയർന്നപ്പോൾ അവൻ ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടവനാണ്. കുരിശിലെ കള്ളൻ ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടു. ശമരിയക്കാരി സ്ത്രീ ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടവളാണ്. പട്ടണത്തിലേക്കും വെച്ചും പാപിനിയായവളായ സ്ത്രീ ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടവളാണ്. നീതിമാനായ നിക്കോദിമോസ് ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടവനാണ്. നമുക്കായി ഉയർന്നിരിക്കുന്ന രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രാഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടുമാകുന്നു. അബ്രാഹാമിനോട് ചെയ്ത സത്യം ഓർത്ത്, തൻ്റെ വിശുദ്ധ നിയമത്തെ ഓർത്ത്, ആദ്യം മുതൽ
തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ പറഞ്ഞതുപോലെ ഇതാ ഒരു കൊമ്പ് ഉയർന്നിരിക്കുന്നു, ഒരു രക്ഷയുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ഞാൻ ഈ വാക്കുകൾ നിർത്തുമ്പോൾ നാം ആരെല്ലാം ഓടി വരുന്നുണ്ട്, ഈ രക്ഷയുടെ കൊമ്പിൻ്റെ അരിയിലേക്ക് ഓടി വരുന്നുണ്ട്. നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന രക്ഷയുടെ കൊമ്പ് നമ്മുടെ കർത്താവ് കാൽവറിയിൽ ഉയർത്തപ്പെട്ടപ്പോൾ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രിസ്തുവിന്റെ ക്രൂശ് ഉയർത്തപ്പെട്ടപ്പോൾ അവന്റെ കൈകളിലും കാലുകളിലുമാണ് അവൻ തൂക്കപ്പെടുമ്പോൾ കാൽവറിയിൽ ഒരു രക്ഷയുടെ കൊമ്പ് ഉയരുകയായിരുന്നു. ക്രിസ്തുവിന്റെ ജന്മത്തിലൂടെ ഒരു രക്ഷയുടെ കൊമ്പ് ഉയരുകയാണ്. നാം ആരും നമ്മുടെ പാപങ്ങളിൽ നശിച്ചു പോകേണ്ടതില്ല. ഓടി വന്ന് അഭയപ്പെടാൻ ഉയർന്നിരിക്കുന്ന കൊമ്പ്, കോരഹൂത്രന്മാർക്ക് അഭയമായി തീർന്ന കൊമ്പ് ഇതാ യാഥാർത്ഥ്യമായി ഉയർന്നിൽക്കുന്നു. നമുക്ക് ആ കൊമ്പിൻ്റെ അടിയിലേക്ക് കടന്നു ചെല്ലാം, ക്രൂശിൻ്റെ അടിയിലേക്ക് കടന്നു ചെല്ലാം, രക്ഷയുടെ കൊമ്പിൽ അഭയപ്പെടാം. നമ്മുടെ തലകളെ ഉണക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ ശത്രുക്കളുടെ വശത്തു നിന്നും ഞങ്ങളെ വിടിവിക്കുവാൻ, ശത്രുക്കളുടെ കയ്യിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ആരാധിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരും അതിൽ അഭയപ്പെടട്ടെ. അഭയപ്പെട്ടവരെല്ലാവരും അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുനാമം മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.